അതെ, ഞാനിന്ന് തയ്യാറാക്കുന്നത് റോയൽ സാലഡാണ്. ഇത് ഒരു റിച്ച് സാലഡാണ്. ഡിന്നറിനോ ലഞ്ചിനോ ഒരു നേരത്തെ ഫുഡായി ഇത് കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ഇവയെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് ഈ സാലഡിൽ ചേർക്കാൻ ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ച് അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായി സോട്ട് ചെയ്തെടുക്കാം. ഒരു മിക്സിയുടെ ജാറിൽ ഈ വെളുത്തുള്ളിയും ആവശ്യത്തിന് കുരുമുളകും പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചനാക്കടലയും കുറച്ച് ആവശ്യത്തിനുള്ള ചനാക്കടലയും അധികം പുളിയില്ലാത്ത കുറച്ച് തൈരും ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. സാലഡ് ഡ്രസ്സിങ് റെഡിയായി. ഇനി സാലഡിൽ ചേർക്കാൻ കുറച്ച് നട്ട്സും കുരുവില്ലാത്ത കറുത്ത ഉണങ്ങിയ മുന്തിരിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെളുത്തുള്ളി വഴറ്റിയ അതേ ഗീയിൽ ചേർത്ത് ചെറുതായി വറുത്തെടുക്കാം. ഇത് മാറ്റി വെക്കാം. ചൂടാറിയിട്ട് നമുക്ക് പിന്നീട് സാലഡിൽ ചേർക്കാം. ഇനിയുള്ളത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി നന്നായി കഴുകി ചെറിയ ഫ്ലോററ്റ്സായി കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. വല്ലാതെ വെന്തു പോകരുത്. വെന്ത ശേഷം ഇതും ചൂടാറാൻ വയ്ക്കാം. ഇനി ഒരു കുക്കുംബർ സ്കിന്നെല്ലാം കളഞ്ഞ് സ്ക്വയർ പീസസായി കട്ട് ചെയ്യാം. ഒരു ആപ്പിളാണ് ഇനി വേണ്ടത്. അതും സ്ക്വയർ പീസസ് ആക്കാം. ലെറ്റ്യൂസ് 3-4 ലീവ്സ് എടുത്ത് വലിയ പീസസ് ആക്കുക. ഈ സാലഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെഡ് ലേഡി പപ്പായ. പപ്പായയുടെ തൊലിയും കുരുവും കളഞ്ഞ ശേഷം അത് ക്ലീനാക്കി സ്ക്വയർ പീസസായി കട്ട് ചെയ്യാം. ഇനി സാലഡിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ച എല്ലാ കഷണങ്ങളും വലിയ ഒരു ബൗളിൽ ആക്കുക. അതിനുശേഷം സാലഡ് ഡ്രസ്സിംഗ് അതിലേക്ക് ചേർക്കാം. സാലഡ് ഡ്രസ്സിംഗ് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ഉപ്പും പുളിയും ചെക്ക് ചെയ്യുക. ഇനി ഒരു നല്ല ഫ്ലേവറിനായി ലൈം ജ്യൂസ് ചേർക്കാം. കഴിക്കുമ്പോൾ ഒരു നല്ല ക്രഞ്ചിനെസ് കിട്ടുന്നതിനായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ചേർക്കാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ കുറച്ച് നട്ട്സും കിസ്മിസും ഇട്ട ശേഷം ലാസ്റ്റ് ഒരു ബോയിൽഡ് എഗ് വെച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.